നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പേടിച്ചിട്ട് തന്നെയാണ് പറയാതിരുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആണ് എക്സാമിന് വരുന്നത്, അല്ലെങ്കിൽ എന്റെ ജൂനിയേഴ്സ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഫെയിൽ ആക്കാൻ പറ്റും. ആ ഒരു പേടിയിലാണ് അദ്ദേഹം ബോഡി ഷേമിംഗ് ചെയ്യുന്നു, ലീൻ ഫാറ്റി അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നു. പേരൻസ് മീറ്റിങ്ങിന് വന്ന സമയത്ത് പേരൻസിനെ റൂമിൽ വെച്ചിട്ട് തന്നെ വളരെ മോശമായ രീതിയിൽ ആ കുട്ടീനെ പറ്റി പറയുന്നു. ആൻസർ ഷീറ്റ് ഒക്കെ വലിച്ചെറിയുന്നു. നീ വൈവ കംപ്ലീറ്റ് ആക്കില്ല, നീ ഇന്റേണൽ എക്സാം പാസ്സാവില്ല, ആ ഒരു രീതിയിലൊക്കെ അവർ സംസാരിച്ച് നമ്മളെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൈവ ഒക്കെ തീർത്താൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ വൈവ പൊട്ടിക്കാം, വൈവ തരാതെ എക്സാം എഴുതിപ്പിക്കാതിരിക്കാം. ആയിട്ട് ആള് തലയിൽ അടിക്കുക, ഷൂട്ട് ചെയ്യുക, ചെവിയിൽ പിടിക്കുക, ബോയ്സിനെ വിട്ട് ഗേൾസിനെ അടുപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ സ്കൂളുകളിലും കോളേജിലും ഒക്കെ അധ്യാപകർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണം. കാരണം ഇവർക്ക് BEdോ MEdോ അങ്ങനെ കുറേ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ അധ്യാപകർ വരുന്നത് എന്തിനാണ്? നമ്മളെ പഠിപ്പിക്കാൻ, നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനും നമ്മുടെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി മാത്രമല്ല കോളേജുകളിലും സ്കൂളുകളിലൊക്കെ വരുന്നത്. അവർക്ക് നല്ല പാഠങ്ങളും മാതൃകാപരമായ ഗുണങ്ങളും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം, അല്ലേ? അതിനുവേണ്ടി നല്ല സ്വഭാവം രൂപീകരിക്കണം. അധ്യാപകർക്ക് നമ്മുടെ കുട്ടികളോട് പ്രതിബദ്ധതയുണ്ട്. പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, നല്ല ഗുണങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, നല്ല സ്വഭാവ രൂപീകരണം, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അത്യാവശ്യമാണ്. പറയുന്നത് ചില സൈക്കോകളായ അധ്യാപകരൊക്കെ ഇപ്പം നമ്മൾ കണ്ടല്ലോ നിതിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ നമ്മുടെ ഇതുപോലെയുള്ള അധ്യാപകരൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടാതിരിക്കണമെങ്കിൽ ഇവർക്ക് നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉള്ളവർ, അല്ലെങ്കിൽ സ്വഭാവത്തിനൊക്കെ എന്തെങ്കിലും ഡിഫക്ട്സ് ഉള്ളവരെ അധ്യാപകരായി വയ്ക്കരുത്. കാരണം കുട്ടികൾ അത്രത്തോളം സ്ട്രെസ് അനുഭവിക്കേണ്ട ഒരു രീതിയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ നമ്മുടെ ഗവൺമെൻറ്റോ നമ്മുടെ നിയമവ്യവസ്ഥയിലോ ഗവൺമെൻറ്റോ ഒക്കെ രൂപീകരിക്കണം. അല്ലാതെ കുറേ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ മാത്രം മാനദണ്ഡമായി എടുത്ത് ഒരു അധ്യാപകനെയോ അധ്യാപികയെയോ നിയമിക്കുന്നത് നമ്മുടെ കുട്ടികൾ സ്ട്രെസ് കൂട്ടാനേ ഇടവരുത്തുകയുള്ളൂ. താങ്ക് യു.